ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു കഷ്ണം മത്തങ്ങയും കുറച്ച് പയറും കൊണ്ട് ഒരു ഉടച്ചു കറി വയ്ക്കാനാണ് പോകുന്നത്. അതിനായിട്ട് എനിക്ക് ഈ ഒരു മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. ഒരു ചേച്ചി കൊണ്ട് തന്നതാണ്, അവരെ വീട്ടിൽ പിടിച്ച മത്തങ്ങയാണ്. അത് കൊണ്ട് തന്നതുകൊണ്ടാണ് ഞാൻ പയർ വെച്ച് ഒരു ഉടച്ചു കറി വയ്ക്കാൻ പോകുന്നത്. ഈ ഒരു കഷ്ണം മത്തങ്ങ ഉടച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പയർ ഇത്ര പയറാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിർത്ത പയറാണ്. നമ്മൾ പയർ കുതിർക്കുമ്പോൾ കുറച്ച് കുതിർന്ന് വരുമ്പോൾ പയർ പൊങ്ങി വരുമല്ലോ, അങ്ങനെ കുതിർത്ത പയറാണ്. ഈ അളവിലാണ് ഞാൻ പയർ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി വെട്ടിയെടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. തേങ്ങ ഇതേ പരുവത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഈ സ്ക്വയറായിട്ടാണ് എപ്പോഴും അരിഞ്ഞെടുക്കുന്നത്. ഇത് നല്ല വിളഞ്ഞ മത്തങ്ങ ആയതുകൊണ്ട് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ. ഇതിനി നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ വെച്ച് വേവിച്ചെടുക്കാം. പയറിന് വേവുള്ളത് കൊണ്ട് ഞാൻ കുക്കറിലാണ് ഇടുന്നത്. കുക്കറിൽ പയർ തട്ടിയതിന് ശേഷം ഒരു 2 വിസിൽ കേട്ട് കഴിയുമ്പോഴേ ഇത് രണ്ടും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. മത്തങ്ങയും പയറും കൂടി ഞാനൊരു കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ മത്തങ്ങ ഉടച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 4 കാശ്മീരി ചില്ലി മുളകാണ് എടുത്തിരിക്കുന്നത്, വറ്റൽ. അതുപോലെ ഒരു 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണേ വരത്തുള്ളൂ. മഞ്ഞൾപ്പൊടി ഇതിൽ കുറയ്ക്കാൻ കാരണം നമ്മൾ മത്തങ്ങയിലും പയറിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ മഞ്ഞൾ കുറച്ചെടുത്തിരിക്കുന്നത്. അതിൽ മഞ്ഞൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്നിച്ച് അവിയലിൻ്റെ പരുവത്തിന് അരച്ചെടുക്കാമേ. നമ്മൾ കുക്കറിൽ വേവിച്ച പയറും മത്തങ്ങയും ഒരു പാത്രത്തിലേക്ക് അടുത്ത പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് അരച്ച അരപ്പുകളെല്ലാം കൂടെ ചേർത്ത് ഇതൊന്നും കൂടി ഒരു 5 മിനിറ്റ് നേരം കൂടെ അരപ്പിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമ്മൾ വേവിക്കണം. അതിപ്പോൾ അടച്ചു വെച്ച് വേവിക്കാനാണ്. നമ്മുടെ മത്തങ്ങയും പയറുമായിട്ടുള്ള ഉടച്ചു കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുവറുത്ത് ഒഴിക്കാം. കടുക് വറുക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ കൊണ്ട് കടുക് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊതുവേ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 വറ്റൽ 2ആയിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട്. വറ്റലൊന്ന് മൂത്തതിന് ശേഷം എടുത്തു വെച്ചേക്കുന്ന കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചേക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.